ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിനി ഡസ്റ്റ്ബിനാണ് ഗൈസ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോയാലോ ഗൈസ്? ഭയങ്കര എളുപ്പമായിട്ട് നമുക്കത് ഉണ്ടാക്കാം ഗൈസ്. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. നമുക്ക് ഉണ്ടാക്കുന്ന അതിൽ പോയാലോ? ഓക്കെ ഗൈസ്, എൻ്റെ ക്യാമറമാൻ ഇന്ന് ലീവാണ്. സോ ഞാൻ തന്നെയാണ് ക്യാമറയൊക്കെ എടുക്കുന്നത്. എത്രത്തോളം ക്ലിയർ ആവുമെന്നൊന്നും എനിക്കറിയില്ല. സോ നമുക്ക് വീഡിയോയിലേക്കോ ഗൈസ്. ഓക്കെ ഗൈസ്, സെറ്റായിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള സംഭവം എന്തൊക്കെയാണെന്ന് വെച്ചാൽ 2 ഗ്ലാസ് വേണം ഗൈസ്. ഇതേപോലത്തെ ഗ്ലാസ് വേണം. ഞാൻ കാണിച്ചു തരാം ഗൈസ്. നിങ്ങളെ എടുത്ത് കാണിച്ചു തരാം ഗ്ലാസ്. ഗൈസ്, ഞാൻ കുറേ വേസ്റ്റ് സംഭവങ്ങളൊക്കെ ഇട്ടേക്കാണ്. സോ നമുക്കിതൊക്കെ മാറ്റണം ഗൈസ്. ഓക്കെ ഗൈസ്, കപ്പ് കിട്ടി ഗൈസ്. 2 പേപ്പർ കപ്പ് വേണം നമുക്ക്. ഒരു വലിയ പേപ്പർ കപ്പും ഒരു ചെറിയ പേപ്പർ കപ്പും വേണം ഗൈസ്. എന്നിട്ട് നമുക്ക് A4 പേപ്പർ, ആദ്യം ഞാൻ ആവശ്യമായ സംഭവങ്ങൾ പറയാം. ഒരു വലിയ പേപ്പർ കപ്പ്, ഒരു ചെറിയ പേപ്പർ കപ്പ്, സിസേഴ്സ്, പിന്നെ നമുക്ക് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കർ, മറ്റേ കുൽഫി ഐസ്ക്രീം വാങ്ങുമ്പോൾ കിട്ടുന്ന സ്റ്റിക്ക് കിട്ടിയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഗൈസ്. അപ്പോൾ അതുണ്ട്. പിന്നെ ഗമ്മ്, പെൻ, സ്കെച്ച് പെൻ, സ്കെയിൽ. അപ്പോൾ ഇത്രയും സാധനമൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ ഗൈസ്. പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഒരു കുഞ്ഞു സംഭവമാണ് എടുത്തിരിക്കുന്നത്. ഒക്കെ നമുക്ക് സ്കെച്ച് പെന്നൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് ഗൈസ്. നമുക്ക് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ പോകാം ഗൈസ്. ആദ്യം തന്നെ ഈ ഒരു പേപ്പർ കപ്പ് എടുക്കുക. അതേപോലെ തന്നെ A4 ഷീറ്റ് എടുക്കുക. A4 ഷീറ്റ് എടുത്തിട്ട് A4 ഷീറ്റിൽ കറക്റ്റിൻ്റെ മെഷർമെൻ്റ് എടുക്കാം. അങ്ങനെ മെഷർമെൻ്റ് എടുക്കാം ഗൈസ്. നമുക്ക് ഇവിടെ പെന്ന് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കാം ഗൈസ്. അപ്പോൾ ഞാനത് ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അതെ, എന്നിട്ട് അത് മുറിച്ചെടുത്തിട്ട് അതിന് ഫുള്ളൊന്നും നമുക്ക് ആവശ്യം വരില്ല. അത് 50 ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഗൈസ്. 50 ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പേപ്പർ കപ്പിലേക്ക് ഇതൊന്ന് പേസ്റ്റ് ചെയ്യാം ഗൈസ്. ഞാൻ പേസ്റ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ പകുതിയാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പോർഷനിൽ നമ്മൾ ഗം വെച്ച് കൊടുത്തു. പിന്നെ ഈ ഒരു പോർഷനിൽ ഗം വെച്ച് കൊടുത്തു. ഗം വെച്ച് കൊടുത്തിട്ട് നേരെ ഈ പേപ്പർ കപ്പിലേക്ക് പേസ്റ്റ് ചെയ്യാണ് ഗൈസ് ഞാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് സ്റ്റാപ്പ് ചെയ്ത് കൊടുക്കാം ഗൈസ്. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇവിടെ സ്റ്റാപ്പ് ചെയ്ത് കൊടുക്കാം. 3 സ്റ്റാപ്പ് ഇവിടെ അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സെല്ലോ ടേപ്പ് ഒട്ടിക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗമ്മ് പേസ്റ്റ് ചെയ്യാനാണ്. ഗമ്മ് കൊണ്ടാണ് ഞാൻ പേപ്പർ ഒട്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് പേപ്പർ ഒട്ടിച്ചിട്ട് നമ്മളുടെ ആ മിനി ആയിട്ടുള്ള ആ കപ്പ് ഉണ്ടാവില്ലേ, ചെറിയ കപ്പ്, ആ കപ്പ് മുകളിൽ ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടാവും. ഒരുപാടില്ല, ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടാവും. ഈ ഒരു സംഭവം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് അപ്പോൾ ഇങ്ങനെ കിട്ടും ഗൈസ് നമുക്ക്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക. എൻ്റെ ഒരു ലെവലിലായിരിക്കണം കാരണം ഞാനത് ലെവൽ ചെയ്ത് കൊടുക്കാം ഗൈസ്. ഞാൻ സിസേഴ്സ് വെച്ച് തന്നെയാണ് ഗൈസ് അത് ലെവൽ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എത്രയാണ് മെഷർമെൻറ്റ് വെച്ച് കൊടുക്കുന്നതെന്ന് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കാം ഗൈസ്. മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ മാർക്ക് ചെയ്യണം ഗൈസ്. ഗൈസ് ഇതിങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലാണ് ഗൈസ് വെക്കുന്നത്. നമുക്കിത് മുകളിൽ വയ്ക്കാനായിട്ട് കട്ട് ചെയ്യാം മാർക്ക് ചെയ്തിട്ട്. ഓക്കെ ഗൈസ്, ഞാനപ്പോൾ മാർക്ക് ചെയ്യാണ്. മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്യാൻ അറിയാനായിട്ട് ഇത്രയും കൂടെ വേണം ഗൈസ്. കീറ്റി വരയ്ക്കാൻ വേണ്ടിയിട്ട് മെഷർമെൻറ്റ് ഇത്തിരി കീറ്റി വരയ്ക്കാം ഗൈസ്. ഇത്രയും വേണം. കിട്ടാൻ പൊടിക്ക്
മെഷർമെൻറ്റ് കൂട്ടാം. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ മെഷർമെൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കുറേ വരും പുള്ളി പക്ഷെ കറക്റ്റ് മെഷർമെൻറ്റ് ചെയ്താണ് ഗൈസ്. ഓക്കെ ഗൈസ്, എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ സിസേഴ്സ് വെച്ച് തന്നെയാണ് ഗൈസ് കട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഒന്നും ആവശ്യമില്ല ഗൈസ്. ഗൈസ് ഇതൊന്നും കഴിയുന്നില്ല, പോയി നോക്കാം. ഗൈസ് നമുക്ക് വെച്ച് നോക്കാം കറക്റ്റാണെന്ന്. ഗൈസ് കറക്റ്റ് മെഷർമെൻ്റ് ആയിരുന്നു. എന്നിട്ട് നമുക്ക് ഇതിന് മുകളിൽ ഒന്ന് ഇതിൽ വെച്ച് കൊടുക്കണം. എന്താ മുകളിൽ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഇതൊന്ന് ഇത് ചെയ്ത് കൊടുക്കാം. സോ ഗൈസ് നമുക്ക് കവർ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ഇത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ പേപ്പർ ഒരു A4 പേപ്പർ എടുത്തിട്ടുണ്ട് ഗൈസ്. A4 പേപ്പർ എടുത്തിട്ട് നമുക്ക് ഒരു സർക്കിൾ വരച്ചത് കട്ട് ചെയ്തെടുക്കണം ഗൈസ്. സർക്കിൾ വരയ്ക്കാനായിട്ട് ഞാൻ ടേപ്പ് എടുക്കുന്നുണ്ട് ഗൈസ്. ടേപ്പ് കൊണ്ടാണ് ഞാൻ സർക്കിൾ വരയ്ക്കുന്നത്. കാരണം എൻ്റെ കോമ്പസ് ഒന്നും കാണാനില്ല ഗൈസ്. സോ ഞാൻ ഇപ്പം എനിക്കിതൊക്കെ ഉള്ളൂ ഗൈസ് സർക്കിളൊക്കെ വരയ്ക്കാനായിട്ട്. ഞാനിതൊരെണ്ണം എടുത്തിട്ട് സർക്കിൾ വരയ്ക്കാം ഗൈസ്. ഗൈസ് അതൊന്നും നടക്കില്ല. നമുക്ക് വേറെ എന്തെങ്കിലും എക്യുപ്മെൻ്റ് എടുക്കാം. നമുക്ക് ഈ പേപ്പർ കപ്പ് തന്നെ എടുക്കാം ഗൈസ്. ഗൈസ് എന്നിട്ട് നമുക്ക് ഒരു സർക്കിൾ വരച്ച് കൊടുക്കാം. ഗൈസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ അത് തന്നെ എടുത്താൽ മതി. ഗൈസ് നമ്മൾ വേസ്റ്റ് ആക്കരുത്. നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും എന്തെങ്കിലും. അപ്പോൾ ഗൈസ് ഞാൻ സർക്കിൾ വരച്ചിട്ടുണ്ട്, വരച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് സർക്കിൾ. ഗൈസ് ഞാനൊന്ന് സ്റ്റാൻഡ് ചെയ്ത് വെക്കുന്നുണ്ട് ബിക്കോസ് സർക്കിളൊന്ന് വരയ്ക്കാനായിട്ട് ഞാനൊന്ന് എംറ്റി വെക്കുന്നുണ്ട്. ഗൈസ് ഞാൻ സർക്കിൾ വരച്ചിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഗൈസ്. ആദ്യം വരച്ച ഫ്ലോപ്പ് ആയി പോയി ഗൈസ്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പേടിക്കണ്ട, ഞാൻ പോയിട്ടില്ല. എൻ്റെ പശ പോയി ഗൈസ്, അതെടുക്കാനായിട്ട് ഞാൻ പോയതാണ്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഗൈസ് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഞാൻ കട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഗൈസ്. ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഇപ്പം തന്നെ കഴിയും. ഗൈസ് ഇങ്ങനെ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് കുറച്ചും കൂടി ചെറുതാക്കാം ഗൈസ്. കാരണം ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ ഇത് ചെയ്യുന്ന രീതിയിൽ ഇതാക്കണമല്ലോ. നമുക്ക് കുറച്ചും കൂടി ചെറുതാക്കാം. ഫൈനായിട്ട് ഞാൻ എൻ്റെ കോമ്പസ് തന്നെ എടുക്കുകയാണ് ഗൈസ്. കോമ്പസ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലുണ്ട് ഗൈസ്. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. കോമ്പസ് കാണാനില്ലെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഇപ്പം എനിക്ക് കത്തി ഗൈസ്. ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതെടുക്കാം. ഇതാണ് ഗൈസ് എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്. അപ്പോൾ നമുക്കതിൽ നിന്ന് കോമ്പസ് എടുക്കാം. ഞാനത് ഓർത്തില്ല ഗൈസ്, കാണാനില്ലല്ലോ. പെട്ടെന്നാണ് ഗൈസ് ഓർത്തത്. ഗൈസ് എൻ്റെ കോമ്പസ്. അപ്പോൾ ഗൈസ് ഇതിന് കോമ്പസും കൂടെ നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. എന്നിട്ട് നമുക്ക് വരയ്ക്കാം ഗൈസ്. കുറച്ചും കൂടെ ഇത് ഇച്ചിരി സ്മോളാക്കണം. ഗൈസ് ഇങ്ങനെ കിട്ടും. സർക്കിള് കുറച്ചും
കുറച്ചും കൂടെ ഇത് ചെയ്ത് വരച്ചു നോക്കാം ഗൈസ്. ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കോമ്പസ് അത്ര വശമില്ല ഗൈസ്, വശമില്ലെന്നല്ല ഗൈസ്, ഇതൊക്കെ എനിക്ക് തെറ്റിപ്പോവും. മെഷർമെൻറ്റ് കറക്റ്റാക്കി എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മെഷർമെൻ്റൊക്കെ എടുത്ത് വരക്കാം കേട്ടോ ഗൈസ്. ഞാൻ മെഷർമെൻറ്റ് എടുക്കുന്നില്ല എന്നുള്ളൂ, നമുക്ക് പറഞ്ഞ മെഷർമെൻ്റൊക്കെ എടുത്ത് വരക്കാം ഗൈസ്. ഞാൻ മെഷർമെൻറ്റ് നോക്കില്ല ഗൈസ്. ഗൈസ് ഞാനപ്പോൾ ഇതിങ്ങനെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. സക്സസ് ആവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഗൈസ്. കാരണം ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ടല്ല നിങ്ങളെ കാണിക്കുന്നത്, ഞാനിത് ഡയറക്റ്റായിട്ട് തന്നെയാണ് നിങ്ങളെ കാണിക്കുന്നത്. അല്ലാതെ ഞാനിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി ഏറ്റവും അല്ല ഗൈസ് ഉണ്ടാക്കുന്നത്. ബിക്കോസ് എനിക്ക് ഫ്ലോപ്പായാലും കുഴപ്പമൊന്നുമില്ല ഗൈസ് എനിക്ക്. അപ്പോൾ ഞാനത് ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങളെ കാണിക്കുകയാണ്, അല്ലാതെ ഞാൻ ചെയ്ത് നോക്കിയിട്ടല്ല ഗൈസ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു സർക്കിൾ കിട്ടിയിട്ടുണ്ട്, നമുക്കിതിവിടെ വെച്ച് നോക്കാം. നമുക്ക് കുറച്ചും കൂടെ ചെറുതാക്കാം. അപ്പം നമുക്ക് ആ സെല്ലോ ടേപ്പിൻ്റെ ഇതിൽ തന്നെ വരയ്ക്കാം ഗൈസ്, കാരണം അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഞാൻ കുറച്ചും കൂടെ മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇത്തിരിയും കൂടെ ഞാൻ കൂട്ടിയിട്ടുള്ളൂ ഗൈസ്, കുറച്ചിട്ടുള്ളൂ. ഇപ്പോൾ നിൽക്കുന്ന മെഷർമെൻറ്റ് ഞാൻ കോമ്പസ് ടൈറ്റ് ചെയ്യട്ടെ ഗൈസ്. കോമ്പസ് ടൈറ്റ് അല്ല ഗൈസ്. സോ ഞാനപ്പോൾ ഇത് ചെയ്യാണ് ഗൈസ്. ഗൈസ് ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്, ബിക്കോസ് പോന്നു. നമുക്കത് മര്യാദക്കൊന്ന് വരക്കണം. കോമ്പസ് ടൈറ്റ് അല്ല ഗൈസ്, ഞാൻ കോമ്പസിനെയാണ് ചീത്ത വിളിക്കുന്നത്, അല്ലാതെ തന്നെ ഇല്ല. ഞാൻ അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്. ഈ കോമ്പസിൽ നിന്നാണ് വരച്ചാലും ഞാൻ നല്ല അടിപൊളി കലാകാരിയാണ് ഗൈസ്. സോ പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് വരക്കുന്നത്. ഇത് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. എല്ലാവർക്കും മിനി ആയിട്ടുള്ള ഇതിൻ്റെ ഇത് ചെയ്യുന്നുണ്ട്. ഭയങ്കര ക്യൂട്ടാണ് ഗൈസ്. ഇത് ഉണ്ടാക്കി വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഗൈസ്. ഭയങ്കര മിനി ആയിട്ടുള്ളതും ക്യൂട്ടായിട്ടുള്ള ഒരു നോട്ട്ബുക്കും പോട്ടെ ഗൈസ്, ഒരു ഡസ്റ്റ്ബിനാണ്. ഭയങ്കര ക്യൂട്ടാണ് ഗൈസ്. ഇത് നമ്മുടെ ടേബിൾ ഡസ്റ്റ്ബിനാണ്, അങ്ങനെ മിനി ആയിട്ട്. ഓക്കെ ഗൈസ്, നമുക്കിത് മെഷർ ചെയ്ത് നോക്കാം ഗൈസ്. കുഴപ്പമില്ല ഗൈസ്. ഇത് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് പേസ്റ്റ് ചെയ്യാം. കുഴപ്പമില്ലാതായിരിക്കും. ഓക്കെ ഗൈസ്, നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു അവസ്ഥ വരുന്നത്. ഇനി നമുക്ക് ഇത് താഴെ ഒരു സെല്ലോ ടേപ്പും കൂടെ കവർ ചെയ്ത് കൊടുക്കാം. മിസ്റ്റേറൊന്നുമല്ല, ഇത് ഭയങ്കര സെറ്റാവാനായിട്ടാണ്. ഗൈസ് നമുക്ക് ആ ഇത് സ്റ്റിക്കും ഇതിൻ്റെ ഒപ്പം പേസ്റ്റ് ചെയ്ത് കൊടുക്കണം ഗൈസ്, അല്ലെങ്കിൽ അത് കറക്റ്റ് ഫിറ്റായിട്ടിരിക്കില്ല. ഡസ്റ്റ്ബിൻ റെഡിയാണ്. നമ്മളിപ്പോൾ ഗൈസ് ഗൈസ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഇതോടെ ഫിറ്റായിട്ടിരിക്കും.
ഇതുണ്ട്. ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നില്ല. ഓക്കെ കറക്റ്റ് ഫിറ്റായി. എന്നിട്ട് നമുക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമുക്കിവിടെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഡസ്റ്റ്ബിൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ആ ഒരു സംഭവം നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്കത് ക്യൂണിൻ്റെ സംഭവത്തിൽ നമ്മുടെ ഡസ്റ്റ്ബിൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്ലൂ ഗൺ വെച്ചൊട്ടിക്കേണ്ട വരും മിക്കവാറും. ഇതാണ് നമ്മുടെ മിനി ഡസ്റ്റ്ബിൻ. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക.